ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ഡിബു തോമസ് രചന നൽകിയ പുതിയ മലയാള ക്രൈം ത്രില്ലർ ചലച്ചിത്രമാണ് വലതുവശത്തെ കള്ളൻ. പ്രധാന വേഷങ്ങളിലായി എത്തുന്നത് ബിജു മേനോൻ, ജോജു ജോർജ്, ലെന, ലിയോണ, ജിഷോ എന്നിവരൊക്കെയാണ്. ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷാജി നടേശനാണ്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി സതീഷ് കുറുപ്പാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, പുള്ളി അതായത് ജിത്തു ജോസഫിന്റെ മിക്ക സിനിമകളിലും ദൃശ്യമാകട്ടെ, നേര്, കൂമൻ, അങ്ങനെ ജിത്തു ജോസഫിന്റെ പടങ്ങളൊക്കെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് സതീഷാണ്. പിന്നെ ഈ സിനിമ ഒരു ക്രൈം ത്രില്ലർ ആണെന്നാണല്ലോ പറഞ്ഞു വെച്ചേക്കുന്നത്. ആ ഒരു ക്രൈം ത്രില്ലറിനോട് ഒരു രീതിയിലും നീതി പുലർത്താത്ത ഒരു സിനിമ കൂടെയാണ് വലതുവശത്തെ കള്ളൻ. സിനിമയിൽ അതായത് ഒരു കറപ്റ്റഡായ പോലീസ് ഉദ്യോഗസ്ഥന് സംഭവിക്കുന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഒരു കറക്റ്റഡായ പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടാകുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നടക്കുന്നു. അതുമായിട്ട് ഒരു പെണ്ണിന്റെ തിരോധാനം നടക്കുന്നു. അങ്ങനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളായിട്ടാണ് സിനിമ വരുന്നത്. അപ്പോൾ ഇതിൽ എനിക്ക് ആകെ പറയാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ ടെക്നിക്കൽ ക്വാളിറ്റിയാണ്. അതായത് നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒരു എന്തെങ്കിലും രീതിയിൽ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നു. അതായത് ടെക്നിക്കൽ ക്വാളിറ്റി, ഒരു ക്യാമറയും കാര്യങ്ങളും, ആ ഒരു എന്താ പറയുക, ആ ഒരു BGM-ഉം DOP-യും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു വയസ്സിൽ നോക്കുമ്പോൾ നമുക്ക് സിനിമ കാണാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നെഗറ്റീവായിട്ട് വരുമ്പോൾ സിനിമയിൽ ആദ്യം തന്നെ സ്റ്റോറി തന്നെയാണ്. അതായത് നമ്മൾ കണ്ട് പഴുത്ത് പുഴുത്തു പോയ അതേ ലൈൻ തന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. പിന്നെ ഈ സിനിമയുടെ കുറച്ച് മാറ്റു കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഹാക്കിംഗ് സീൻസ് ഒക്കെ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, വലിയ പടം ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ അറുപുറഞ്ചും ബോറായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയിലെ പെർഫോമൻസ് വൈസ് നോക്കുമായിരുന്നെങ്കിൽ ബിജു മേനോന് എല്ലാവരും അത്യാവശ്യം നല്ലതുപോലെ തന്നെയാണ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചുകൂടെ ഔട്ട്പുട്ട് ബിജു മേനോനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളത്. അതായത് ജോജു ജോറിന് അത്രയ്ക്കും ഇമ്പാക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സീൻസോ കാര്യങ്ങളോ ഒന്നും സിനിമയിൽ കിട്ടിയിട്ടില്ല. ആ ഒരു സ്പേസ് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ബിജു മേനോനാണ് കുറച്ചും കൂടുതലായിട്ടുള്ള. അത് നന്നായിട്ട് ബിജു മേനോൻ ആ ഒരു പോലീസ് ആ ഒരു സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു നല്ല രീതിക്ക് ഒന്ന് ക്യാരി ചെയ്തിട്ടുണ്ട് സിനിമയിൽ. പിന്നെ വരുമ്പോൾ ഈ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, മുന്നേ പറഞ്ഞ ആ ഒരു മിക്സിങ്, ആ ഒരു സൗണ്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ, ആ ഒരു സിറ്റുവേഷൻസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ കണ്ട അതേ സെയിം സീക്വൻസ് തന്നെ ഇതിലും ഉണ്ടാവും, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിലൊരു ഗെസ്സിങ് സീനൊക്കെ തരുന്നുണ്ട്. അതായത് കയ്യിൽ തന്നിട്ട് ഇതാണ് കള്ളൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങളൊക്കെ. അപ്പം അതായത് നമ്മൾ എല്ലാ സിനിമയിലും കണ്ട അതേ മോഡ് തന്നെയാണ് ഈ സിനിമയിലും വരുന്നത്. അതേ സ്ക്രീൻ പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. സത്യം പറഞ്ഞ സ്കോപ്പ് ഉണ്ടായിരുന്നു സ്ക്രീൻ പ്ലേയിൽ, കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ എഴുതിയും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള സ്കോപ്പൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് എന്തോ അത് ഫെയിൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ മേക്കിംഗ്, അത് എന്താ പറയുക, ആ ഒരു പെർഫോമൻസ് വൈസ് നോക്കിയാലും അല്ലെങ്കിൽ ആ സ്ക്രീൻ പ്ലേയുടെ കുറച്ചുകൂടെ ഔട്ട്പുട്ട് കുറച്ച് നന്നായിട്ടുണ്ടായിരുന്നു. ഈ പടം കുറച്ചുകൂടെ ആ ഒരു മേക്കിംഗ് വൈസിലെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ. ബട്ട് അതും ഇല്ല. അതായത് നമ്മൾ ട്രെയിലറിലും ടീസറിലും കണ്ട ആ ഒരു ആൻറ്റിസിപ്പേഷനായിട്ട് കാണേണ്ട രീതിക്കുള്ള ഒന്നും ആ സിനിമയിലില്ല. അതായത് സിനിമ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ട് പുഴുത്ത അതേ സീനുകളും കാര്യങ്ങളും വീണ്ടും റിപ്പീറ്റഡ്ലി വരുന്ന സെയിം ലോജിക്കും കാര്യങ്ങളും ഉള്ള കണ്ടുമടുത്ത ഒരു ക്രൈം ത്രില്ലർ. സത്യത്തിൽ ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കൊരു പിന്നെ ഇമോഷണൽ കണക്ഷൻ സിനിമയിൽ ഒട്ടും തന്നെ ഇല്ല. അതായത് നമ്മളിപ്പോൾ ഒരു സിനിമയിൽ ഒരാൾ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ആ ഒരു ആളുമായിട്ട് നമുക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടും. ചിലപ്പോൾ അത് നമുക്ക് ആ പടം നമുക്ക് വർക്ക്ഔട്ട് ആവും. ബട്ട് ആ ഒരു ഇമോഷണൽ കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം ആ ഒരു കണക്ഷൻ ഇല്ല സിനിമയിലും. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷൻ, അതുകൊണ്ട് ആ ഒരു പടം ഒന്ന് മേക്കൗട്ട് ചെയ്യാനും എനിക്ക് കഴിഞ്ഞില്ലായിരുന്നു. മൊത്തത്തിലൊരു ബിലോ ആവറേജ് ആയിട്ടാണ് വലതുവശത്തെ കള്ളൻ എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ജിത്തു ജോസഫ് സത്യം പറയാമല്ലോ, ദൃശ്യം 3യും കൂടെ ആ ഒരു കിടിലം ഒരു പടം കൂടെ ഇറക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും ഇനി ബെറ്റർ. കാരണം ഇനിയിപ്പോൾ അതിനേ സമയമുള്ളൂ. കാരണം ഈ അതിൻ്റെ ഇടയിലൊന്നും പോയി വേറെ തല ഒന്നും പുണ്ണാക്കണ്ട. ഈ ഒരു പടം ദൃശ്യം 3 എങ്ങനെയെങ്കിലും നല്ലൊരു സാധനം കൊടുത്താൽ തന്നെ അത്രയ്ക്കും നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കും. ആൻഡ് ഈ പടം ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിലോ ആവറേജ് പടമാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയാനും പിടിക്കാനുള്ള ഒന്നുമില്ല. നമ്മൾ കണ്ടുമടുത്ത സെയിം ഇത് തന്നെയാണ്.
പെർഫോമൻസ് വൈൻസും എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും ഇല്ലായിരുന്നു, ഡീസെൻ്റ് തന്നെയായിരുന്നു, കണ്ടിരിക്കാമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുവാണെങ്കിൽ ഇതൊരു ബിലോ ആവറേജ് പടമാണ്. എനിക്ക് ഒരു തുഴഞ്ഞു പോയ ഒരു ക്രൈമായിട്ടാണ് ഈ സിനിമ തോന്നിയത്. അതാണ് എനിക്ക് വലതുവശത്തെ കള്ളൻ.